ലോകത്തിൻ്റെ നടുവിലായി എല്ലാം പിറുപിറുപ്പും വാദവും എണ്ണിയേ ചെയ്തു നിഷ്കളങ്ക മക്കളായി തീരുവിൻ. എല്ലാം പിറുപിറുപ്പും വാദവും എണ്ണിയേ ചെയ്തു നിഷ്കളങ്ക മക്കളായി തീരുവിൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ഈ 3 വേദഭാഗങ്ങളിലും ഒരു കാര്യത്തിനാണ് പറയുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത്. മരുഭൂമിയിൽ ശബ്ദം മുഴങ്ങുന്നു. മരുഭൂമിയിൽ അത് ദൈവത്തിൻ്റെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദമാണ്. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ചെന്ന് സംസാരിച്ചു. മരുഭൂമി എന്ന് പറയുമ്പോൾ വെറും മരുപ്പുറമല്ലത്, ഒരു കാനന പ്രദേശത്തോട് അടുത്താണ്, വനത്തോടടുത്താണ്. യെരൂശലേമിൽ നിന്ന് 20 മൈൽ ദൂരമുണ്ട് അങ്ങോട്ട്. യോർദാൻ നാറ്റിനോട് അടുത്താണത്. അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയത്. പറഞ്ഞതാണ്, മരുഭൂമിയിൽ വഴിയൊരുക്കുവീൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വഴിയൊരുക്കുവീൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വഴിയൊരുക്കാനാണ് പറഞ്ഞത്. ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുവീൻ. ആർക്ക്? ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുവീൻ. പരമോന്നതനായ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുവീൻ. ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുവീൻ എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ തുടങ്ങുകയാണ്. ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ വഴിയൊരുക്കുക. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ അനേകം തിന്മകളുണ്ട്. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് പരിഹരിക്കാൻ വയ്യാത്തതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുമാത്രമല്ല, ഒട്ടേറെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് ചിന്തിക്കും, നാം ഓരോരുത്തരും വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാം ഈ ലോകത്തിലെ ജീവിതം അത് മാത്രമേ കാണുന്നുള്ളൂ. ഈ ലോക ജീവിതം, ജനിക്കുന്ന അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെയുള്ള ജീവിതം, അതേ നാം കാണുന്നുള്ളൂ. എന്നാൽ ഈ ലോക ജീവിതത്തിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു പാരത്രിക ജീവിതമുണ്ട്. മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമുണ്ട്. ഐഹിക ജീവിതത്തിനപ്പുറമുള്ള പാരത്രിക ജീവിതം. അത് നാം ഓരോരുത്തരും നേരിട്ടേ പറ്റുകയുള്ളൂ. മരിച്ചതിന് ശേഷം റിസസിറ്റേഷൻ കൊടുത്ത് ജീവിച്ചു വന്ന ചിലർ അവർ പറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങൾ ബിയോണ്ട് ഡെത്ത് ഡോർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരണവാതിലിനപ്പുറം ഒരു സുപ്രസിദ്ധ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മോറിസ് റവലിങ്സ് പറഞ്ഞതാണ്. മരിച്ചതിന് ശേഷമുള്ള അനുഭവം. അനേകം പേരും മരിച്ചതിന് ശേഷം ഈ വലിയൊരു കറുത്ത തുരങ്കത്തിൽ കൂടി അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മരിച്ചതിന് ശേഷമുള്ള ഓരോരുത്തരുടെ കൈ അങ്ങനെ തന്നെയാണ്, ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഒരു തുരങ്കത്തിൽ കൂടി പോവുകയാണ്, ഇരുണ്ട തുരങ്കത്തിൽ കൂടി. വെളിച്ചമില്ല. ഇരുവശത്തു നിന്നും ആക്രോശങ്ങൾ കേൾക്കാം, കരച്ചിലുകൾ കേൾക്കാം, ഭയങ്കരമായ കരച്ചിലുകൾ. മരിച്ചതിന് ശേഷം തിരിച്ചു വന്ന ആൾ പറയുന്നതാണ് ഇത് പറയുന്നതെല്ലാം. ഭയങ്കരമായ കരച്ചിലുകൾ കേൾക്കാം, വലിയ അട്ടഹാസങ്ങളും ഗർജനങ്ങളും കേൾക്കാം.
സ്വൈര്യമില്ല, സ്വസ്ഥതയില്ല, അതുപോലത്തെ ഭയങ്കര ശബ്ദകോലാഹലം, എല്ലാം വൃത്തികെട്ട ശബ്ദങ്ങൾ, ഏറ്റവും ഹീനമായ ശബ്ദങ്ങൾ, പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ചിലർ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, വേറെ ചിലർ വെളിച്ചം കാണുന്നില്ല, അവരും ആ ഇരുട്ടറയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. അപ്പോഴാണ് ഭാഗ്യവശാൽ ഈ റിസിറ്റേഷൻ കൊടുത്ത്, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ജീവൻ കിട്ടി അവർ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മരണമുണ്ട്, സംശയമില്ല. മരണശേഷം ഒരു നിത്യതയുണ്ട്. മരണശേഷം ഒരു നിത്യതയുണ്ട്. ഈ ലോക ജീവിതം കൊണ്ട് കാര്യം തീരുന്നില്ല. ഇവിടെ എത്ര നിസ്സാര ജീവിതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനൊരു ഉദാഹരണം പറയുകയുണ്ടായി, ലളിതമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം. മഹാസമുദ്രത്തിൽ എന്തുമാത്രം ജലമുണ്ട്, എന്തുമാത്രം ജലം. അവിടെ ഒരു ബക്കറ്റ് കൊണ്ട് കോരി ഒഴിച്ചാൽ തീരുമോ? ബക്കറ്റ് കൊണ്ട് കോരി ഒഴിക്കുന്നു, തീരുമോ? തീരില്ലല്ലോ. നേരെ മറിച്ച് ആ ബക്കറ്റ് വേണ്ട, ഒരു കൈവിരൽ കൊണ്ട് വെള്ളം തൊട്ട് പുറത്തെടുത്ത് കളഞ്ഞു, അടുത്ത് വീണ്ടും ഒരു തുള്ളി എടുത്ത് കളഞ്ഞു, അടുത്ത് വീണ്ടും ഒരു തുള്ളി എടുത്തു കഴിഞ്ഞു, വെള്ളം തീരുമോ? തീരുന്നില്ലല്ലോ. എന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ലോക ജീവിതം മഹാസമുദ്രത്തിൽ ഒരു തുള്ളിക്ക് തുല്യമാണ്. ബാക്കി എത്രയോ കാലങ്ങൾ കിടക്കുന്നു. ഒരു തുള്ളി, ഐഹിക ജീവിതം ഒരു തുള്ളി. മഹാസമുദ്രത്തിൽ ജലരാശി ഇങ്ങനെ വിശാലമായി പരന്ന് കിടക്കുന്നത് പോലെ നിത്യത ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. നിത്യത ചിന്തിക്കാൻ വയ്യാത്തവണ്ണം യുഗായുഗങ്ങൾ, എത്രയോ വർഷങ്ങൾ തീരില്ല, വർഷങ്ങൾ തീരുന്നില്ല. എത്രയോ വർഷങ്ങൾ, എത്ര വർഷം എണ്ണി തീരാൻ പറ്റുകയില്ല, മനുഷ്യ കണക്കാക്കാൻ പറ്റുകയില്ല. അത് അനന്തതയാണ്, അന്തമില്ല. ഇങ്ങനെയൊരു നിത്യതയിലേക്ക് നാം ഓരോരുത്തരും ചെല്ലും, നാം എല്ലാവരും ചെല്ലും. ആ നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നാം തീർത്തും അവസരരായി പോകും, നിരാശരായി പോകും. തിരുത്താൻ ഒക്കുകയില്ല താനും. ഇന്ന് നിരാശയുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഇന്ന് പരീക്ഷ എഴുതി തോറ്റുപോയി, അടുത്ത പ്രാവശ്യം എഴുതാം. ഇന്നൊരു ജോലിക്ക് അപേക്ഷിച്ചു, കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം വേറെ ജോലിക്ക് അപേക്ഷിക്കാം. ഇന്ന് ഒരു വീട് പണിയാൻ തുടങ്ങി, തൽക്കാലം പണിയാനുള്ള പൈസയില്ല, വേണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാർഗം ഉണ്ടാകുമ്പോൾ പണിയാം. ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ പലതും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് പലതും നമുക്ക് പിന്നീട് പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ ഈ മരണശേഷമുള്ള നിത്യതയിൽ നമുക്ക് ഒന്നും പിന്നെ തിരിച്ച് കിട്ടുകയില്ല, പിന്നൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. മരണശേഷമുള്ള നിത്യത, ആ നിത്യത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നാം എത്തിയില്ലെങ്കിൽ പരമനഷ്ടമായിരിക്കും, ഭയാനകമായ നഷ്ടമായിരിക്കും. ഈ നിത്യതയെക്കുറിച്ചുള്ളതായ ബോധം അത് നമുക്ക് വരുന്നതിനാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. നിത്യത ചിന്തിക്കൂ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ നിത്യത ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ കഴിയുമോ? തുറന്നു തരാം, അല്പം പോലും മയമില്ല, തുറന്നു തരാം. പള്ളിയിൽ പോയതുകൊണ്ടോ കൊണ്ടാന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണല്ലോ. പള്ളിയിൽ പോയതുകൊണ്ടോ, കുമ്പസാരിച്ചതുകൊണ്ടോ, കുർബാന അനുഭവിച്ചതുകൊണ്ടോ, നിങ്ങൾ സുവിശേഷ പ്രസംഗത്തിൽ നടന്നതുകൊണ്ടോ, സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടോ, സൺഡേ സ്കൂൾ അധ്യാപകനായി ജീവിച്ചതുകൊണ്ടോ, പലർക്കും മനോഗുണ പ്രവൃത്തികൾ ചെയ്തു കൊടുത്തു എന്നുള്ളതുകൊണ്ടോ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ ദൈവരാജ്യത്തിൽ പോവുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷമമുള്ള കാര്യമായി പറയുന്നത്. എന്തെല്ലാം നന്മ പ്രവൃത്തി ചെയ്താലും നിങ്ങൾ ദൈവരാജ്യത്തിൽ പോവുകയില്ല. നന്മ പ്രവൃത്തികളാകട്ടെ, അല്ല ഈ ആത്മീയമായ കാര്യങ്ങൾ എന്താകട്ടെ, പ്രാർത്ഥനയായിട്ട്, ഇതെല്ലാം കർത്താവിൻ്റെ സ്വന്തമായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിശാചിൻ്റെ പിടിയിൽ അമർന്നു നിൽക്കുന്ന മനുഷ്യൻ ഇതൊന്നും ചെയ്താൽ ഒരു പ്രയോജനമില്ല. കർത്താവിന് വഴിയൊരുക്കി ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്കണം. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തിന് അർത്ഥമുണ്ട്, പിന്നെ കൂദാശകൾക്ക് അർത്ഥമുണ്ട്. അതെല്ലാം പ്രയോജനപ്രദമാണ്. നന്മപ്രവൃത്തികൾ ചെയ്തു പോകും. ക്രിസ്തു അകത്തുണ്ടെങ്കിൽ നന്മപ്രവൃത്തികൾ ചെയ്തു പോകും. ക്രിസ്തു ഇല്ലാതെയും നന്മപ്രവൃത്തികൾ ചെയ്യാം. ക്രിസ്തു ഇല്ലാതെയും മൊറാലിറ്റി കീപ്പപ്പ് ചെയ്യാം. ക്രിസ്തു ഇല്ലാതെയും സാൻമാർഗിക പ്രമാണങ്ങൾ നിങ്ങൾക്ക് അനുഷ്ഠിക്കാം. ക്രിസ്തു ഇല്ലാതെയും നിങ്ങൾക്ക് നല്ലവരായി ജീവിക്കാം. പക്ഷേ ദൈവത്തിൽ ചെല്ലുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയൊരു മർമ്മമാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം കേട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി, എന്തായി പറയുന്നതെന്നാ, മനുഷ്യൻ നന്നായി ജീവിച്ചാൽ പോരെ, നന്നായി ജീവിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ പള്ളിയിലെ കൊണ്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന ഒരാൾ പ്രസംഗിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല.
മനുഷ്യൻ നന്നായാൽ മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ. എനിക്ക് പക്ഷേ ദൈവം കൃപയാൽ ഒരു ഉൾക്കാഴ്ച കർത്താവ് തുറന്നു തന്നു, വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നു. എന്താണ് വചനം, എന്താണ് ആത്മീയ ജീവിതം, എന്താണ് ഇഹലോകത്തിൽ നിന്ന് നേടേണ്ടത് എന്നുള്ളത് കർത്താവ് മനസ്സിലാക്കി തന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ അതിശയമായ അനേകം കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, മരണശേഷം നിത്യതയുണ്ട്. ആ നിത്യതയിൽ നാം ക്രിസ്തുവിനോടുകൂടെ കടന്നു ചെല്ലണം. ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലണം, അഥവാ ക്രിസ്തു നമ്മുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലണം. മരണനേരത്ത് ഉറച്ചുശ്വാസം വലിച്ച് കിടക്കുമ്പോൾ ഒരുപക്ഷേ നാം ഒന്നും ആരെയും അവിടെ നിൽക്കുന്നത് അറിയുന്നില്ല, കാണുന്നില്ല, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നില്ല. എങ്കിലും ആ മരണത്തോടടുത്ത സമയത്ത് നാം യേശുക്രിസ്തുവിനെ നമ്മുടെ അടുത്ത് കാണുകയും കിട്ടുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമായി പോകും. ക്രിസ്തു ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ആ സമയത്ത് ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ എപ്പോഴും ക്രിസ്തു ഉള്ളവരായി നാം ജീവിക്കണം. ക്രിസ്തു ഉള്ളവരായി ജീവിക്കുക, ക്രിസ്തുവിൽ ലയിച്ച് ജീവിക്കുക, ക്രിസ്തുവിൽ ആശ്വാസം പ്രാപിച്ച് ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം വഴിയൊരുക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് കടന്നു വരുന്നു വിചാരിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കടന്നു വരുന്നു വിചാരിക്കൂ, വേണ്ട, കേരളത്തിലെ മുഖ്യമന്ത്രി കടന്നു വരുന്നു വിചാരിക്കൂ. എന്തോ അദ്ദേഹം നിങ്ങളെ കലക്ടറെ വിളിച്ചറിയിച്ചു, മുഖ്യമന്ത്രി ഇന്ന് നിങ്ങളുടെ നാട്ടിലൊരു മീറ്റിങ്ങിന് വരുന്നുണ്ട്, കുറച്ച് സമയം അതിന് വിശ്രമിക്കാൻ നിങ്ങളുടെ വീട്ടിൽ സ്ഥലം ഒരുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം എത്രമാത്രം ഉത്സാഹത്തോടെ എല്ലാം ക്രമീകരിക്കും. എത്രയും പെട്ടെന്ന് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കും. പക്ഷേ സമയമുണ്ടെങ്കിൽ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കും. വീട്ടിലേക്ക് വഴി അങ്ങ് ഗേറ്റ് മുതലുള്ള വഴികളെല്ലാം നാം വളരെ വൃത്തിയായി, അവിടെയെല്ലാം കല്ലും മുള്ളും എല്ലാം ഉണ്ടോ എല്ലാം മാറ്റിയിടും, അടിച്ച് തൂത്തി വൃത്തിയാക്കിയിടും. വീടൊക്കെ ആകെ പരമാവധി അലങ്കരിക്കും, ഇല്ലേ? തീർച്ചയായിട്ടും ചെയ്യും, സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട്? മഹാനായൊരു മനുഷ്യൻ വരുന്നു, ഉന്നതനായൊരു മനുഷ്യൻ വരുന്നു, നാം ബഹുമാനിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഇവരാരെയും പോലല്ല, സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമാണ്, സർവ്വലോകത്തിൻ്റെയും ഉടയവനാണ്. ഈ അണ്ടകടാഹത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവാണ്. ഇവിടെ നിന്ന് നാം നേരെ നോക്കുമ്പോൾ ഒരു സൂര്യനെ കാണുന്നു 9.3 കോടി മൈൽ അകലെ. അതുപോലെ ഓരോ നക്ഷത്രവും ഓരോ സൂര്യന്മാരാണ്. ഒരു സൂര്യനെ ചുറ്റി നമുക്ക് ഗ്രഹങ്ങൾ 9 ഉണ്ടെന്നൊക്കെ പറയുന്നു, 9, 10 എന്നൊക്കെ പറയുന്നുണ്ട്, പോട്ടെ. ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നു, സൂര്യനെ ചുറ്റുന്നു. ഈ ഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. എല്ലാറ്റിലും ഗ്രഹങ്ങളുമുണ്ട്, ഉപഗ്രഹങ്ങളുമുണ്ട്. നോക്കത്താത്ത അനന്തതയാണ് ഈ പ്രപഞ്ചം, ബഹിരാകാശം. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നും മനസ്സിലാകാത്തതുപോലെ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതുപോലെ കർത്താവായ യേശുക്രിസ്തു ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനാണ്, ഈ അണ്ടകടാഹത്തിന് മുഴുവൻ ഉടയവനാണ്. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാമെന്ന് പറയുന്നു. ഈ കൊച്ചു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ഈ പാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, പാവം ചെയ്യാൻ മാത്രം ശീലിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കാമെന്ന് പറയുന്നു. ചെറിയ കാര്യമല്ല, നിസ്സാരമല്ല. ക്രിസ്തുവിന് വേണ്ടി നാം വഴിയൊരുക്കണം. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ വഴിയൊരുക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വഴിയൊരുക്കുകയും മരുഭൂമിയിൽ വിളിച്ച് പറയുന്നതിൻ്റെ വാക്ക്. ഇന്ന് മരുഭൂമിയിൽ അന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടു എന്നുള്ള ശബ്ദം. ഇന്ന് ഈ മാനസാന്തരം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പഴഞ്ചൻ വാക്കായി തീർന്നിട്ടുണ്ടോ സംശയം. പലർക്കും അതൊരു അലർജിക്കാണ്, കേൾക്കാൻ ഇഷ്ടമുള്ള വാക്കല്ല. എന്നാൽ കേൾക്കൂ, ഏറ്റവും മധുരമായൊരു വാക്കാണ് മാനസാന്തരം. മാനസാന്തരം ഇല്ലെങ്കിൽ നാം ക്രിസ്ത്യാനിയല്ല. പേര് ക്രിസ്ത്യാനിയുടെ പേരൊക്കെ കാണും, മത്തായിയെന്നോ മറിയാമ്മയെന്നോ ഒക്കെ പേരൊക്കെ കാണും. പക്ഷേ മാനസാന്തരം ഇല്ലെങ്കിൽ നാം ക്രിസ്ത്യാനിയേ അല്ല. നാം ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിനർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായി എന്നാണ്. ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അനുയായി. നാം ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരണം, ക്രിസ്തുവിൻ്റെ പിറകെ പോകുന്നവരായി തീരണം. നമ്മുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ആ ഡെഡ് ബോഡി അതിലേക്ക് കുറേ മരുന്ന് കുത്തിവെച്ചാൽ ഒരു പ്രയോജനം ചെയ്യുമോ? ഡെഡ് ബോഡിയിലെ കുറച്ച് മരുന്ന് വായി തുറന്ന് ഒഴിച്ചു കൊടുത്താൽ പ്രയോജനം ചെയ്യുമോ?
കുറേ ടോണിക് കൊടുത്താൽ പ്രയോജനം ചെയ്യുമോ? ഇല്ല, ഡെഡ് ബോഡിയാണ്, ഡെഡായിപ്പോയി. എന്നാൽ സങ്കല്പിക്കൂ, ആ ഡെഡ് ബോഡി ജീവൻ പ്രാപിച്ചു. ജീവൻ കിട്ടിയതിന് ശേഷം മരുന്ന് പ്രയോജനപ്പെടും. ജീവൻ കിട്ടിയതിന് ശേഷം ടോണിക്കുകളോ അല്ലെങ്കിൽ കുത്തിവയ്പ്പുകളോ എന്ത് വേണമെങ്കിലും പ്രയോജനപ്പെടും. ജീവനില്ലെങ്കിൽ ഇതൊന്നും പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ഇന്ന് മനുഷ്യർ, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ തന്നെ, നാം എല്ലാവരും തന്നെ ജീവനില്ലാതെയാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവനില്ലാതെ പ്രാർത്ഥിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു, ജീവനില്ലാതെ നോമ്പ് നോക്കുന്നു, ജീവനില്ലാതെ തീർത്ഥയാത്ര ചെയ്യുന്നു, ജീവനില്ലാതെ ഇന്ന് കുർബാന ചൊല്ലുന്നു, ജീവനില്ലാതെ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ജീവനില്ലാതെ കൺവെൻഷൻ പ്രസംഗിക്കുന്നു, ജീവനില്ലാതെ പെരുന്നാൾ മഹാമഹങ്ങൾ നടത്തുന്നു. ജീവനില്ല. ഇതൊരു വലിയ പരമാർത്ഥമാണ്. ജീവൻ വേണമെങ്കിൽ ജീവൻ്റെ ഉടയവൻ ഹൃദയത്തിലേക്ക് വരണം, ആത്മാവിൻ്റെ ജീവൻ. നിങ്ങൾക്കറിയാമോ, ആദാം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആദാം മരിച്ചു. തിന്നുന്ന നാൾ നീ മരിക്കും എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. തിന്നുന്ന നാൾ നീ മരിച്ചു. ആത്മാവ് മരിച്ചു, പക്ഷെ ശരീരം ജീവിച്ചിരിക്കുന്നു. എന്നതുപോലെ ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അനേകർ ജീവനുണ്ടെന്ന് ഭാവിക്കുന്നു, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ആത്മാവ് മരിച്ചിരിക്കുന്നു, ഡെഡാണ്, മരിച്ചിരിക്കുന്നു, ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല. കർത്താവിന് സ്തോത്രം. ഇതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് ദുർഘടമായ വഴിയാണ് ക്രിസ്തീയ വഴി. അതൊരു പുതിയ മാർഗമാണ്. വലിയ യുദ്ധം ചെയ്യേണ്ടി വരും ഈ ക്രിസ്തീയ ജീവിതം നയിക്കാൻ. ജീവൻ്റെ വഴിയുണ്ട്, മരണത്തിൻ്റെ വഴിയുണ്ട്. ജീവൻ്റെ വഴിയിലേ പോയാൽ സ്വർഗ്ഗത്തിലെത്താം, മരണത്തിൻ്റെ വഴിയിലൂടെ പോയാൽ നരകത്തിൽ ചെല്ലാം. ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാനൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു, ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. ഇന്ന് ജീവൻ്റെ വഴിയിലേക്ക് കൂടി അല്ല നാം പലരും പോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ ജീവൻ്റെ വഴിയിൽ കൂടി അല്ല പോകുന്നത്. കാരണം വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടാണ്, ഇരുട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചമില്ല. നമ്മുടെ ഹൃദയത്തിൽ പാവമുണ്ടോ നോക്കിയാൽ മതി. പ്രവൃത്തിയിലെ പാവമല്ല, ഹൃദയത്തിൽ പാവമുണ്ടോ? ഇപ്പോഴും കോപം വരുന്നില്ലേ? കോപത്തെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കാരണമില്ല ചിലപ്പോൾ കോപിക്കുന്നില്ലേ? അഥവാ കാരണം ഉണ്ടെങ്കിൽ പോലും കോപിച്ച് അലറുന്നില്ലേ? വീട്ടിൽ അലറുകയും ഗർജിക്കുകയും ചെയ്യുന്നില്ലേ? നീരസപ്പെടുകയും വഴക്കടിക്കുകയും ചെയ്യുന്നില്ലേ? വീട്ടിലെ കാര്യം പറയുന്നത്, ഓരോരുത്തർ വീട്ടിലെ അപ്പുറം പോട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ പോകട്ടെ, സ്വന്തം വീട്ടിൽ നിങ്ങളുടെ കോപത്തെ അടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിൽ ശാന്തത പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിൽ മക്കളോട് ശാന്തതയോടെ സൗമ്യതയോടെ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കനുസരിച്ച് കീഴടങ്ങി സന്തോഷത്തോടെ വിനയത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് പല ദുശ്ശീലങ്ങളുമില്ലേ? ദുസ്വഭാവങ്ങൾ. പഠിക്കാൻ മിടുക്കനായിരുന്നു, സമർത്ഥനായിരുന്നു ആ യുവാവ്. അവന് ഉയർന്ന ഡിഗ്രി കിട്ടി. പക്ഷെ എന്തു പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അവൻ്റെ അമ്മ പറയുന്നത് അവനിപ്പോൾ മുറിക്ക് പുറത്തിറങ്ങുന്നില്ല. മോനെ വരൂ, എന്തെങ്കിലും കഴിക്കൂ. അവൻ ദേഷ്യം വരും. അവൻ വാതിലടച്ച് അകത്തിരിക്കുകയാണ്, അവൻ വരില്ല. പലവട്ടം നിർബന്ധിക്കുമ്പോൾ വന്നെന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും, പിന്നെയും മുറി പോയിരിക്കും, ആരോടും മിണ്ടുന്നില്ല. ആ അമ്മയപ്പൻ ഞെളിവിരിക്കൊള്ളുകയാണ്. എന്തു പറ്റി? ആ ചെറുപ്പക്കാരൻ എന്താ പറ്റിയത്? അവനെ സാത്താൻ പിടിച്ചടക്കി, സാത്താൻ കീഴടക്കി. ഡ്രഗ്സ്, വല്ല മയക്കുമരുന്നുകളാണോ അതോ കഞ്ചാവാണോ? ഞാൻ ചോദിച്ചു, കഞ്ചാവ്? ഇല്ല സാറേ, അവൻ അങ്ങനെ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, അല്ല വല്ല ഡ്രഗ്സ് വല്ലതും എടുക്കുന്നുണ്ടോ? നോ, അങ്ങനെ രീതിയൊന്നും അല്ല, അങ്ങനെയല്ല. അവൻ നല്ല പ്രാർത്ഥിക്കുന്ന കൊച്ചനായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയില്ല, ദൈവവിശ്വാസമില്ല, പള്ളിയിലും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. കൂട്ടായ്മയിലൊന്ന് വിളിച്ചു നോക്കി, പക്ഷേ കൂട്ടായ്മയിലും വരുന്നില്ല. ജീവിതം വിരസമായി പോയില്ലേ? എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം തികഞ്ഞ പയ്യനായിരുന്നു, നല്ല മിടുക്കനായിരുന്നു, നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, നല്ല ഓമനത്തുള്ള ചെറുപ്പക്കാരനായിരുന്നു. പോയി. അനേകം കുടുംബങ്ങൾ നരകദുരിതം അനുഭവിക്കുകയാണ്. അനേകം കുടുംബങ്ങൾ പാപം തേർവാഴ്ച നടത്തുകയാണ്. പാപത്തിന് അടിമകളായി നാം പോയിക്കൊണ്ടിരിക്കുന്നു. നാം പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, പ്രാർത്ഥിക്കും, തീർത്ഥയാത്ര പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പാപം മാറിയിട്ടില്ല, അശുദ്ധ വികാരങ്ങൾ മാറിയിട്ടില്ല, അശുദ്ധ ബന്ധങ്ങൾ മാറിയിട്ടില്ല, അശുദ്ധ ചിന്തകൾ മാറിയിട്ടില്ല, ഹൃദയത്തിലെ മ്ലേച്ഛമായ വിചാരങ്ങൾ മാറിയിട്ടില്ല, വികാരങ്ങൾ മാറിയിട്ടില്ല. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ.
നമ്മളെ ഇന്ന് ഭരിക്കുന്ന എന്താണ്? പണത്തിന് വേണ്ടിയുള്ള ആർത്തി, ദ്രവ്യാഗ്രഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ഇങ്ങനെ അനേകം തിന്മകൾ കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ചീത്ത സ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങൾ ഹൃദയം നിറഞ്ഞിരിക്കുന്നു, തിന്മകളുണ്ട്. അതുകൊണ്ടാണ് മാനസാന്തരമാണെന്ന് യോഹന്നാൻ പ്രസംഗിച്ചത്. മാനസാന്തരപ്പെടുവീൻ. ഇന്ന് അതേ വാക്ക് തന്നെയാണ് കർത്താവ് എന്നോടും പറയാനുള്ളത്. മാനസാന്തരപ്പെടുവീൻ. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ഞാൻ അറിയപ്പെടുന്ന പാവങ്ങളൊന്നും കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ അങ്ങനെ പാവത്തിന് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും പാവത്തിൻ്റെ വഴിക്കൊന്നും പോയില്ല, വേണ്ടാതിനങ്ങൾക്കൊന്നും പോയില്ല. മാനമര്യാദയായിട്ട് തന്നെയാണ് ജീവിച്ചത്. പ്രാർത്ഥനയുണ്ട്, 2 നേരം നമസ്കാരമുണ്ട്, എല്ലാം കുമ്പിട്ടുള്ള നമസ്കാരമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഈ പാതിരാത്രിയുടെ നമസ്കാരം മുതൽ ഉച്ച നമസ്കാരം വരെയുള്ള നമസ്കാരം ഒരുമിച്ച് ചൊല്ലുന്നൊരു ഇതുണ്ട് പ്രാർത്ഥനാ പുസ്തകത്തിൽ. ഓരോന്നിലും ഓരോ സമയത്തുള്ളതിനും കുമ്പിട്ട് നമസ്കരിച്ച് കൗമ ചൊല്ലി എത്ര നേരം? 1.5 മണിക്കൂർ നേരം. അതൊക്കെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. നോമ്പ് കൃത്യമായിട്ട് നോക്കിയിരുന്നു. എല്ലാം വളരെ ചിട്ടപ്പെട്ട ജീവിതമായിരുന്നു. പക്ഷേ ഞാനൊരു ദിവസം 17ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോഴും മനസ്സിലായത് എൻ്റെ ഹൃദയം ചീഞ്ഞിരിക്കുന്നുവെന്ന്. പുറമേ പാവമൊന്നുമില്ല, പക്ഷേ എൻ്റെ അകത്ത് അശുദ്ധിയുണ്ട് എന്ന്. അകത്ത് കോപമുണ്ട്, അകത്ത് വൈരാഗ്യമുണ്ട്, അകത്ത് ചിലരോട് പകയുണ്ട്, ചിലരോട് വിദ്വേഷമുണ്ടെന്ന് മനസ്സിലായി. പുറമേ ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാവരും കാണുമ്പോൾ ചിരിച്ച് പുഞ്ചിരിച്ച് പുറമേ ഒരു മാന്യത കുറവ് കാണിച്ചിട്ടില്ല. പക്ഷേ അകത്താണ് ഈ പാവമെല്ലാം. അന്ന് ഒരു മാനസാന്തരം വേണമെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞപ്പോൾ, ആ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിയപ്പോൾ ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. ഒന്നേ പറഞ്ഞുള്ളൂ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ വേറൊന്നും ചെയ്തില്ല. ഏതെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ പോയില്ല. ഏതെങ്കിലും പ്രവൃത്തികൾ, കർമ്മപരിപാടികളൊന്നും പോയില്ല. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. പറഞ്ഞത് യേശുക്രിസ്തു കേട്ടു. ഞാൻ ഇന്ന് ഹൃദയം തിങ്ങിപ്പറയും, ഞാൻ പറഞ്ഞതല്ല യേശുക്രിസ്തു എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന്. എന്തുകൊണ്ടോ കർത്താവിന് എന്നോട് സ്നേഹം തോന്നി. എനിക്കൊരു മാനസാന്തരം തരണമെന്ന് കർത്താവിന് തോന്നി. അങ്ങനെ എൻ്റെ ഹൃദയം വഴിമുട്ടിപ്പോയ ജീവിതം, നിരാശ പറ്റിയ ജീവിതം, ഒരു വയസ്സിൽ അപ്പൻ മരിച്ചതുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ജീവിതം, അന്ന് ഒരപ്പനെ കണ്ടെത്തി, സ്വർഗത്തിലപ്പനെ, ക്രിസ്തുവിനെ കണ്ടെത്തി. ഞാനതുകൊണ്ടാണ് ഇന്ന് അനാഥരായി അപ്പനില്ലാത്തവർ വരുമ്പോൾ അവരോട് ഞാൻ പറയും, മക്കളെ, സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനാഥരായിട്ടുള്ളവരെ കാണുമ്പോൾ അവർ പറയും, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് നാഥനുണ്ട്, കർത്താവ് യേശു ക്രിസ്തു. കാരണം എനിക്ക് അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ ഈ വാക്കുകൾ നിങ്ങൾ പറയുന്നത് അതിനുവേണ്ടി തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യാതനയും വേദനയും പെരുകുമ്പോൾ, ആശ്വാസമില്ലാതെ വലയുമ്പോൾ, സമാധാനമില്ലാതെ കേഴുമ്പോൾ, നിങ്ങൾക്ക് സമാധാനം തരാൻ ക്രിസ്തു ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുക്കൂ. ക്രിസ്തുവിന് കടന്നു വരാൻ വഴിയൊരുക്കൂ. ക്രിസ്തുവിന് കടന്നു വരാൻ നിങ്ങൾ പാത നിരപ്പാക്കുവീൻ. വളർന്ന് ചൊവ്വായി തീരട്ടെ, ദുർഘടങ്ങളെല്ലാം മാറട്ടെ, കല്ലും മുള്ളും എല്ലാം മാറിക്കളയട്ടെ. കർത്താവായ യേശു ക്രിസ്തു സുഗമമായി നടന്നു വരാൻ നിങ്ങൾ വഴിയൊരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനുള്ളതായ ഭാഗ്യം നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ ആൾ മാറണം. കർത്താവേ, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ ജീവിതം മാറണം, എൻ്റെ ഹൃദയം മാറണം, എനിക്കൊരു മാനസാന്തരം തരണം. എന്നെ നീ സ്വീകരിക്കണം. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകി വെടിപ്പാക്കണം. ഇന്നുവരെ വന്നു പോയ പാവങ്ങളെല്ലാം കഴുകാൻ തന്നെ തിരുരക്തം മതിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാനിത് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു നമ്മോട് പറയുന്നു, ഈ സമയം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനെ നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ, നീ ഇല്ലാത്ത ജീവിതം പൂജ്യം, നീ ഇല്ലാത്ത ജീവിതം നഷ്ടം. എൻ്റെ യേശുവേ, നിത്യത്തിലേക്ക് നിന്നോട് കടന്നു വരാൻ തക്കവണ്ണം ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. നിനക്ക് വേണ്ടി ഇതാ വഴി ഒരുക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇതാ പാത ഒരുക്കുന്നു. കടന്നു വരണമേ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ, എന്നെ നീ സ്വീകരിക്കണമേ. സക്കായിയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് പോയി. യേശുവേ, ഇന്ന് നീചനും ദുഷ്ടനുമായ എന്നെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് നീ പോരണമേ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം, ദൈവകരങ്ങൾ കേൾപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, നിൻ്റെ മക്കളോട് അവിടുത്തെ കരുണയോടെ ഇടപെട്ടതിനായി സ്തോത്രം, വാത്സല്യ തികവോടെയോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, ഇന്നും എൻ്റെ യേശു ജീവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വില ഞങ്ങൾക്ക് അറിയുവാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം. തിരുരക്തത്തെ ഞങ്ങൾ വീണ്ടെടുത്തു എന്നുള്ളത് അറിയുവാനുള്ളതായ കൃപ തന്നതിനായി സ്തോത്രം.
നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ.